മലയാളികൾ എല്ലാവരും മോഹൻ ശർമ്മയുടെ വാർത്തകൾ കേൾക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ലക്ഷ്മിയെ കുറ്റം പറഞ്ഞെത്തി. എന്നാൽ മോഹൻ ശർമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹം എല്ലാവരെയും ചതിക്കുകയായിരുന്നു എന്നതാണ് സത്യം. അദ്ദേഹം ഒരു ഭാര്യ മാത്രമല്ല, ഒരു ഭാര്യ വിവാഹം കഴിച്ച് അവരിൽ നിന്ന് പണം തട്ടി അവർ ഇനി പണം തരില്ല എന്ന് മനസ്സിലാകുമ്പോൾ മോഹൻ ശർമ്മ അടുത്ത ആളുടെ പക്കലേക്ക് മാറും. അങ്ങനെയാണ് ഓരോരുത്തരെയും ചതിച്ചുകൊണ്ടിരുന്നത്. മുൻപുണ്ടായിരുന്ന വിവാഹ കഥകൾ അല്ലെങ്കിൽ ആ ദാമ്പത്യ കഥകളൊന്നും ആരോടും പറയില്ല, ആരും അറിയില്ല. അങ്ങനെ ചതിയിൽ വീണു പോകുന്ന ഒരുപാട് പേരുണ്ട്. ലക്ഷ്മി അടക്കം അങ്ങനെയാണ്. ഈ ചതി മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജർമ്മനിയിലുള്ള മകൻ പോലും തിരിഞ്ഞു നോക്കാത്തതെന്ന് പറയുന്നു. ബാക്കിയുള്ളവരെല്ലാവരും വളർത്തുമക്കളാണ്. ശരി, സമ്മതിച്ചു. സ്വന്തം മകൻ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഇത്രയും വാർത്തയുണ്ടായിട്ടും അയാൾ എന്തുകൊണ്ടായിരിക്കും വരാത്തത്? ദുഷ്ടരെ പോലും നമുക്ക് ഇത്രയും സഹിച്ചു കഴിഞ്ഞപ്പോൾ സഹായിക്കണമെന്ന് തോന്നും. നമുക്ക് ജീവൻ തന്ന അച്ഛനാണ്. ആ അച്ഛനോട് ഒരിക്കലും ആ മകന് കരുണ ഇല്ലായിരിക്കില്ല എന്നാണോ നിങ്ങൾ തോന്നുന്നത്? ആ മകനെ പോലും ഉപദ്രവിച്ചിട്ടുണ്ട്. ആ മകന്റെ അമ്മയെ ഉപദ്രവിച്ചത് ആ മകൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മകൻ പോലും തിരിഞ്ഞു നോക്കാത്തത്, അത്രയേറെ വിഷമത്തിലൂടെ കടന്നു പോകുന്നത്. ഇത്രയും വാർത്തയാകുമ്പോൾ ആരായാലും ഭയക്കും, അയാൾക്ക് വേണ്ടി ഒന്ന് നോക്കും. എന്നാൽ അങ്ങനെ നോക്കാൻ പോലും എല്ലാവർക്കും തയ്യാറാവാൻ ഒരു മടിയുള്ളത് പോലും ഈ ഒരു സ്വഭാവം കൊണ്ടാണ് എന്ന് പറയാം. പ്രേക്ഷകരും വളരെ കൃത്യമായി തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാനും സാധിക്കും. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ ഓരോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പോലെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇവിടെ വരുന്ന മാറ്റങ്ങൾ എന്നതാണ് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്ന് മാധ്യമങ്ങളെ എല്ലാം വിളിച്ചുകൂട്ടി ഞാൻ അനാഥനാണ് അല്ലെങ്കിൽ എന്നെ നോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് സിമ്പതി പിടിച്ചു പറ്റുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചെയ്തത്. അത്തരത്തിലുള്ള സിമ്പതി ആയിരുന്നു ഇവിടെ വർക്കായത്. മാധ്യമങ്ങളെല്ലാം തന്നെ അത് വിശ്വസിച്ചു. ഒരിക്കൽ കോടീശ്വരനായിരുന്ന യുവ നടനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും സഹായിക്കാൻ ഓടിയെത്തി. അങ്ങനെ സഹായിച്ചവരുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർ മാത്രം അദ്ദേഹത്തിന്റെ അരികിലേക്ക് എത്തിയില്ല. എന്നാൽ ഇതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് എന്ന് പറയുന്നു. നടൻ ടി.പി. മാധവൻ പോലും അവസാന കാലം വൃദ്ധസദനത്തിലായിരുന്നു. അദ്ദേഹത്തിന് ആരുമില്ല നോക്കാൻ എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി നിരവധി താരങ്ങൾ രംഗത്തെത്തി. എന്നാൽ മോഹൻ ശർമ്മയ്ക്ക് വേണ്ടി താരങ്ങളൊന്നും വരുന്നില്ല. നടൻ രജനീകാന്ത് ഉൾപ്പെടെ പലരും സഹായിച്ചു എന്ന് പറയുമ്പോഴും നടൻ മോഹൻ ശർമ്മയെ കാണാനോ അദ്ദേഹത്തിനെ നേരിട്ട് സംസാരിക്കാനോ ഒന്നും തന്നെ ആരും വരുന്നില്ല. ഇതിൽ തന്നെ വളരെയധികം നിഗൂഢതകൾ ഉണ്ട് എന്ന് പറയണം. പ്രേക്ഷകരും അത് മനസ്സിലാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വളരെയധികം തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്ത കേൾക്കുന്നത് എന്നുകൂടി പറയാൻ സാധിക്കുന്നു. പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി ഈ ഒരു വാർത്തയെക്കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ആരാധകരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെ ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നു എന്നതും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നത്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം തന്നെയാണ് ഇത് വൈറലാകുന്നതെന്ന് കൂടി നമുക്ക് പറയാനും പറ്റും. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇത് ഏറ്റെടുക്കുന്നതെന്ന് കൂടി നമുക്ക് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.